റൗണ്ടപ്പ് ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രവിത ലക്ഷ്മി. വിശദമായ വാർത്തകളിലേക്ക്. കോഴിക്കോട് എലത്തൂരിൽ ലഹരിക്കടിമയായ മകനെ പോലീസിൽ ഏൽപ്പിച്ച മാതാവ്. എലത്തൂർ സ്വദേശിയായ രാഹുലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പോക്സോ ഉൾപ്പെടെയുള്ള നിരവധി കേസുകളിൽ പ്രതിയാണ് രാഹുൽ. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ലഹരിക്കടിമയായ രാഹുൽ വീട്ടിലുള്ളവരെ കൊല്ലുമെന്ന് നിരന്തരം ഭീഷണി മുഴക്കിയിരുന്നു. അമ്മയെയും മുത്തശ്ശിയെയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി. ഇത് ഭയന്നാണ് മാതാവ് പോലീസിനെ വിവരമറിയിച്ചത്. പേടിച്ചിട്ട് ഞാൻ മാത്രമായിരുന്നു എനിക്ക് പേടിയില്ലേനി. പക്ഷെ ഒന്നും അറിയാത്തൊരു പൈതലേതോ ഇപ്പം ലോകത്തെ ഇങ്ങോട്ട് ഇറങ്ങിയിട്ടേ ഉള്ളൂ. ആ കുട്ടീനെയും കൂടി അവൻ കൊല്ലുമെന്ന് പറഞ്ഞ് കേട്ടപ്പോൾ എനിക്ക് അതാണ് ആ ഒരു പേടിയാണ്. അവിടുന്ന് എല്ലാവരും പറയുന്നുണ്ട് ഇവരെന്തോ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം പിന്നെയാണ് ഞങ്ങൾ അറിയുന്നത് ഇവർ ആരോ പേരിൻ്റെ കീശയിൽ നിന്ന് ഡ്രഗ്സ് എന്തോ കിട്ടി, എന്താ സാധനം എന്നറിയില്ല, കിട്ടിയിട്ടുണ്ട് എന്ന്. അപ്പോഴാണ് ഞങ്ങൾക്ക് ശരിക്കും മനസ്സിലാവുന്നത് ഇവനിത് ഉപയോഗിച്ച്. പോലീസ് എത്തിയതിന് പിന്നാലെ രാഹുൽ ആത്മഹത്യാ ഭീഷണി മുഴക്കി. ഒടുവിൽ തന്ത്രപരമായാണ് ഇയാളെ പോലീസ് പിടികൂടിയത്. 24 കോഴിക്കോട്. കൊച്ചി കുറുപ്പംപടി പീഡനക്കേസിൽ പെൺകുട്ടികളുടെ അമ്മ അറസ്റ്റ് പീഡനത്തിന് കൂട്ടുനിന്നതിനും പീഡന വിവരം മറച്ചുവെച്ചതിനും അമ്മയ്ക്കെതിരെ ജുവനൈൽ ജസ്റ്റിസ് ആക്ടും ചുമത്തിയിട്ടുണ്ട്. കൊച്ചിയിൽ നിന്ന് റാഫി കരീം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. അല്പസമയം മുൻപാണ് കുറുപ്പംപടിയിലെ പീഡനത്തിൽ കുട്ടികളുടെ അമ്മയുടെ അറസ്റ്റ് കുറുപ്പംപടി പോലീസ് രേഖപ്പെടുത്തിയത്. ഈ കുറുപ്പംപടിയിലെ ഈ അമ്മയുടെ അറസ്റ്റ് രേഖപ്പെടുത്താൻ വളരെ നിർണായകമായ ഒരു നീക്കമാണ് അന്വേഷണ സംഘം നടത്തിയത്. രാവിലെ മുതൽ ഈ പെൺകുട്ടികളുടെ അമ്മയുടെ പങ്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് രാവിലെ തന്നെ ചോദ്യം ചെയ്യലും ആരംഭിച്ചിരുന്നു. ഈ ചോദ്യം ചെയ്യലിന് ശേഷം ഉച്ചയോടുകൂടി തന്നെ ഈ അമ്മയുടെ പങ്ക് പോലീസിന് വ്യക്തമായി. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് കുറ്റം സമ്മതിക്കാൻ അമ്മ തയ്യാറായിരുന്നില്ല. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം തന്നെ ഈ അമ്മയെ കുറുപ്പംപടി പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. പിന്നീട് വിശദമായി ഈ പെൺകുട്ടികളുടെ മൊഴി വീണ്ടും പോലീസ് രേഖപ്പെടുത്തി. ഒപ്പം തന്നെ ഈ പെൺകുട്ടികളുടെ അധ്യാപകരുടെ മൊഴിയും അന്വേഷണ സംഘം വിശദമായി രേഖപ്പെടുത്തി. ഇതിന് ശേഷമാണ് മജിസ്ട്രേറ്റിന്റെ പ്രത്യേക അനുമതി വാങ്ങിയ ശേഷം അല്പസമയം മുൻപ് ഈ കുറുപ്പംപടിയിലെ പെൺകുട്ടികളുടെ അമ്മയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് അടക്കം ചുമത്തിയാണ് ഇവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പ്രധാനമായും ഈ കുട്ടികളെ പീഡിപ്പിച്ച വിവരം അറിയാമായിരുന്നിട്ടും അത് മറച്ചുവെച്ചു. ഒപ്പം തന്നെ ധനേഷിന് ഈ പെൺകുട്ടികളെ പീഡിപ്പിക്കുന്നതിന് വേണ്ടി അവസരം ഒരുക്കി കൊടുത്തു എന്നിങ്ങനെയുള്ള വകുപ്പുകളാണ് ഈ അമ്മയ്ക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ മദ്യം നൽകി ഈ പെൺകുട്ടികളെ ധനേഷ് പീഡിപ്പിച്ചു എന്നുള്ള വിവരവുമുണ്ട്. ഈ വിവരം അമ്മയ്ക്ക് അറിയാമായിരുന്നു എന്നുള്ളതും ഈ മൊഴിയിൽ ഏറെ നിർണായകമാണ്. അതുകൊണ്ട് തന്നെയാണ് വളരെ വേഗത്തിലുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം കടന്നിരിക്കുന്നത്. ഇനി ഈ പെൺകുട്ടികളുടെ അമ്മയെ കോടതിയിൽ ഹാജരാക്കി തുടർ നടപടികൾ സ്വീകരിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും കേസിൽ ഏറെ നിർണായകമായ ഒരു വിവരമായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പെൺകുട്ടികളുടെ അമ്മയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട് പങ്കുണ്ട്. ഈ വിവരങ്ങൾ പെൺകുട്ടികളുടെ അമ്മയ്ക്ക് അറിയാമായിരുന്നു എന്നുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ധനേഷ് പോലീസിന് മൊഴി നൽകിയിരുന്നു. പെൺകുട്ടികളെ പീഡിപ്പിച്ച വിവരം ഈ പെൺകുട്ടികളുടെ അമ്മയ്ക്ക് അറിയാമായിരുന്നു എന്ന്. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഒരുമിച്ചിരുന്ന് മദ്യപിച്ചിട്ടുണ്ട് ഇവർ രണ്ടുപേരും. ഇതിന് ശേഷമാണ് ഈ പെൺകുട്ടികളെ ധനേഷ് പലവട്ടം പീഡിപ്പിച്ചത് തുടങ്ങിയ വിവരങ്ങൾ ധനേഷിന്റെ മൊഴിയിലും ഉണ്ടായിരുന്നു. എന്നാൽ പ്രതിയുടെ മൊഴി അന്വേഷണ സംഘം വിശദമായി കാര്യത്തിൽ എടുത്തിരുന്നില്ല. പിന്നീട് ഈ പെൺകുട്ടികളുടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തി. ഈ പെൺകുട്ടികളുടെ ടീച്ചർമാരുടെ മൊഴിയും അന്വേഷണ സംഘം വിശദമായി രേഖപ്പെടുത്തുകയായിരുന്നു. അതിനുശേഷമാണ് ഇന്ന് രാവിലെ ഈ അമ്മയെ അന്വേഷണ സംഘം വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തത്. എന്നാൽ ഈ ചോദ്യം ചെയ്യലിൽ ഈ കുറ്റം സമ്മതിക്കാൻ അമ്മ തയ്യാറായിരുന്നില്ല. വൈകാരികമായിരുന്നു ഈ അമ്മ ഈ ചോദ്യം ചെയ്യലെല്ലാം തന്നെ പെരുമാറിയിരുന്നത്. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം ഈ പെൺകുട്ടികളുടെ മൊഴി വീണ്ടും അന്വേഷണ സംഘം രേഖപ്പെടുത്തി വിശദമായി പരിശോധിച്ചു. അധ്യാപികമാരുടെ മൊഴിയും വിശദമായി അന്വേഷണ സംഘം രേഖപ്പെടുത്തിയതിനു ശേഷം പരിശോധിച്ചു. തുടർന്ന് തെളിവുകളുമായി ബന്ധപ്പെട്ടുള്ള പരിശോധന നടത്തി. അതിനുശേഷമാണ് അർദ്ധരാത്രിയോടുകൂടി ഈ അമ്മയുടെ അറസ്റ്റ് മജിസ്ട്രേറ്റിന്റെ പ്രത്യേക അനുമതി വാങ്ങി അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികളിലേക്കാണ് ഇനി അന്വേഷണ സംഘം കടക്കുക. ഈ രണ്ട് പെൺകുട്ടികളെയും 3 വർഷത്തോളം ഈ ധനേഷ് തുടർച്ചയായി പീഡിപ്പിക്കുകയായിരുന്നു. ഈ വിവരം സ്കൂളിൽ നിന്ന് അധ്യാപികമാരാണ് ആദ്യം മനസ്സിലാക്കുന്നത്. പിന്നീട് വിശദമായി പരിശോധിച്ചതിന് ശേഷമാണ് പോലീസിൽ പരാതി നൽകുന്നതും അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് അന്വേഷണ സംഘം കടന്നതും. ഡൽഹി സന്ദർശന വിവാദത്തിന് പിന്നാലെ കേന്ദ്രമന്ത്രി ജെ.പി. നദ്ദയുമായി സംസ്ഥാന ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ കൂടിക്കാഴ്ചയ്ക്ക് കളമൊരുങ്ങുന്നു. ഡൽഹി സന്ദർശനത്തിന് തലേന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായി കൂടിക്കാഴ്ചയ്ക്ക് അനുമതി തേടിയ കത്തിന്റെ വിശദാംശം മന്ത്രി വീണ ജോർജ് പുറത്തുവിട്ടു. ആശാവർക്കേഴ്സിന്റെ സമരത്തെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ അനുവദിക്കില്ല എന്ന് CPIM വ്യക്തമാക്കി. ആരോഗ്യമന്ത്രി വീണ ജോർജ് ഡൽഹിയിലെത്തിയിട്ടും ആശാവർക്കേഴ്സിന്റെ സമരത്തിൽ കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ.പി. നദ്ദയുമായി കൂടിക്കാഴ്ച നടത്താതെ മടങ്ങിയതാണ് വിവാദങ്ങൾക്ക് തിരികൊളുത്തിയത്.
വിവാദങ്ങൾക്കിടെയാണ് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് വഴിയൊരുങ്ങുന്നത്. തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ കൂടിക്കാഴ്ച നടന്നേക്കും. കഴിഞ്ഞ ദിവസത്തെ ഡൽഹി യാത്ര കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാനാണെന്ന് താൻ പറഞ്ഞിട്ടില്ലെന്നാണ് വീണ ജോർജിന്റെ വിശദീകരണം. ചില മാധ്യമങ്ങൾ തന്നെ ക്രൂശിക്കാൻ ശ്രമിക്കുന്നെന്നും മന്ത്രി. ഞാൻ അപ്പോയിന്റ്മെന്റ് തേടിയതാണോ പ്രശ്നം? ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഊഹങ്ങളിൽ വാർത്ത കൊടുക്കുന്നു. ആ ഊഹങ്ങൾക്കനുസരിച്ച് പ്രതികരിക്കാൻ എനിക്ക് പറ്റില്ല. ഞാൻ പറയേണ്ട കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. കേന്ദ്ര സ്കീമിലുള്ള ആശമാരുടെ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ ഡൽഹിയിൽ കേന്ദ്രമന്ത്രിയെ കാണാൻ അനുവാദം തേടിയത് തെറ്റാണോ? എനിക്കതറിയാതെ തെറ്റാണോ? യാത്രയ്ക്ക് മുമ്പേ കേന്ദ്രമന്ത്രിയെ കാണാൻ അനുമതി തേടി നൽകിയ കത്തിന്റെ വിശദാംശങ്ങളും വീണ ജോർജ് പുറത്തുവിട്ടു. കത്തിന് മറുപടി ലഭിച്ചില്ലെന്ന് വീണ ജോർജ്. കൂടിക്കാഴ്ചയ്ക്ക് സമയം തേടിയിരുന്നത് താൻ അറിഞ്ഞില്ലെന്ന് JP നദ്ദയും. എന്നാൽ ഡൽഹി സന്ദർശനത്തിൽ വീണ ജോർജിനെതിരെ ആശാ വർക്കേഴ്സ് രംഗത്തെത്തി. മന്ത്രി പറഞ്ഞു എന്തെന്ന് ഇന്നത്തെ പത്രത്തിൽ കേന്ദ്രത്തിൽ ഇൻസെൻറ്റീവ് കൂട്ടി അത് എത്രയാണെന്ന് അറിഞ്ഞാൽ ഉടനെ നടപടി എടുക്കുമെന്നാണ്. കേന്ദ്രത്തിൽ ഇൻസെൻറ്റീവ് കൂട്ടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് ഓണറേറിയം ഇവിടെ കൂട്ടാനുള്ളത് എന്താണെന്നുള്ള നടപടി എടുക്കണമെന്നാണ് പറയുന്നത്. ആശാ വർക്കേഴ്സിന്റെ സമരത്തെ സർക്കാരിനെതിരായ രാഷ്ട്രീയ നീക്കമായി ഉപയോഗിക്കാൻ അനുവദിക്കില്ലെന്നാണ് CPIM നിലപാട്. സമരം നടത്താനുള്ള അവകാശം ജനാധിപത്യ അവകാശമാണ്. ആർക്കും സമരം ചെയ്യാം. ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെൻറ് വിരുദ്ധ സമരമാക്കി രൂപപ്പെടുത്താനാണ് മാധ്യമങ്ങളും അതുപോലെ തന്നെ ബൂർഷ്വാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും. അതിൻ്റെ പുറമെ ഇപ്പോൾ INTUC പോലും ആ സമരത്തിൻ്റെ പിന്നിലില്ല. പക്ഷേ UDF അതിൻ്റെ പിന്നിലാണ്, BJP അതിൻ്റെ പിന്നിലാണ്, ശരിയായൊരു മഴവിൽ സഖ്യം അതിൻ്റെ പിന്നിൽ വന്നിട്ടുണ്ട്. ഇതിനിടെയാണ് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് UDF MPമാർ അനുമതി തേടിയത്. 24 തിരുവനന്തപുരം. സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാ വർക്കേഴ്സിന്റെ നിരാഹാര സമരത്തിനിടെ ഒരാളുടെ ആരോഗ്യനില വഷളായി. ഷീജ R എന്ന ആശാ വർക്കറെ ആശുപത്രിയിലേക്ക് മാറ്റി. ആശാ വർക്കേഴ്സ് നടത്തുന്ന സമരം 40 ദിവസം പിന്നിടുകയാണ്. ഓണറേറിയം വർദ്ധിപ്പിച്ച 21,000 രൂപയാക്കുക, വിരമിക്കൽ ആനുകൂല്യം 5 ലക്ഷമാക്കി വർദ്ധിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു 40 ദിവസം മുൻപ് ആശമാർ സമരം ആരംഭിച്ചത്. സമരത്തിന്റെ അടുത്ത ഘട്ടമായ നിരാഹാര സമരം തുടരുകയാണ്. ആരോഗ്യനില വഷളായതിനെ തുടർന്ന് നിരാഹാര സമരമിരുന്ന ഒരാളെ ആശുപത്രിയിലേക്ക് മാറ്റി. ആശാ വർക്കർ ഷീജ R-നെ ജനറൽ ഹോസ്പിറ്റലിലേക്കാണ് മാറ്റിയത്. ആരോഗ്യമന്ത്രിയുടേത് ആത്മാർത്ഥതയില്ലാത്ത സമീപനമെന്ന് സമരക്കാർ കുറ്റപ്പെടുത്തുന്നു. സർക്കാരിൽ നിന്ന് അനുകൂല സമീപനം ഉണ്ടാകുന്നതുവരെ സമരം അവസാനിപ്പിക്കില്ലെന്നാണ് നിലപാട്. ഓണറേറിയം വർധന, വിരമിക്കൽ ആനുകൂല്യം എന്നിവയാണ് സമരത്തിന്റെ ഇപ്പോഴത്തെ ആവശ്യം. MA ബിന്ദു, ഷീജ, തങ്കമണി എന്നിവരാണ് നിലവിൽ സമരത്തിന്റെ ഭാഗമായി നിരാഹാരമിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് 24. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ പുനരധിവാസത്തിൽ സംസ്ഥാനത്തിന് ഫണ്ട് വിനിയോഗ കാലാവധി നീട്ടി നൽകി കേന്ദ്ര സർക്കാർ. ഈ വർഷം ഡിസംബർ 31 വരെ ഉപാധികളോടെയാണ് കാലാവധി നീട്ടിയത്. ഉപാധികളിൽ കേന്ദ്രം വ്യക്തത വരുത്തണമെന്നും കലക്കവെള്ളത്തിൽ മീൻ പിടിക്കരുതെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. പുനരധിവാസവുമായി ബന്ധപ്പെട്ട് കേന്ദ്രം അനുവദിച്ച വായ്പയ്ക്ക് മാർച്ച് 31 കേന്ദ്രം സമയപരിധി നിശ്ചയിച്ചത്. ഇത് പ്രായോഗികമല്ലെന്ന് സംസ്ഥാനം കോടതിയെ അറിയിച്ചിരുന്നു. ഇക്കാര്യത്തിൽ 3 ആഴ്ചയ്ക്കകം മറുപടി സത്യവാങ്മൂലം നൽകാൻ കേന്ദ്രത്തോട് കോടതി ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ യഥാസമയം സത്യവാങ്മൂലം നൽകാത്തതിനാണ് ഡിവിഷൻ ബെഞ്ച് കേന്ദ്ര സർക്കാരിന്റെ അഭിഭാഷകനോട് ക്ഷുഭിതരായത്. കലക്കവെള്ളത്തിൽ മീൻ പിടിക്കരുതെന്ന് ഓർമ്മിപ്പിച്ച കോടതി ഡൽഹിയിലുള്ള ഉദ്യോഗസ്ഥൻ ഹൈക്കോടതിയുടെ മുകളിലാണോ എന്നും ചോദിച്ചു. വായ്പാ വിനിയോഗത്തിന്റെ തീയതി മാർച്ച് 31 നിന്ന് ഡിസംബർ 31 മാറ്റിയെന്ന് കേന്ദ്രം കോടതിയെ അറിയിച്ചു. ഇതു സംബന്ധിച്ച് തിങ്കളാഴ്ച തന്നെ സത്യവാങ്മൂലം നൽകാനും കോടതി കർശന നിർദ്ദേശം നൽകി. ചില ബാങ്കുകൾ വായ്പ തിരിച്ചുപിടിക്കാൻ നടപടി തുടങ്ങിയെന്നും ഇക്കാര്യത്തിൽ കേന്ദ്രം അന്തിമ തീരുമാനമെടുത്ത് കോടതിയെ അറിയിക്കണമെന്നും ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു. 24 കൊച്ചി. ജനസംഖ്യാടിസ്ഥാനത്തിലുള്ള ലോക്സഭാ മണ്ഡല പുനർനിർണയത്തിനെതിരെ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ വിളിച്ച മുഖ്യമന്ത്രിമാരുടെയും പ്രതിപക്ഷ നേതാക്കളുടെയും യോഗം നാളെ ചെന്നൈയിൽ നടക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള നേതാക്കൾ യോഗത്തിൽ പങ്കെടുക്കും. 3 സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, കർണാടക ഉപമുഖ്യമന്ത്രി, ആകെ 7 സംസ്ഥാനങ്ങളുടെ പ്രാതിനിധ്യം. MK സ്റ്റാലിൻ തൊടുത്തുവിട്ട മണ്ഡല പുനഃക്രമീകരണത്തിനെതിരായ അമ്പ് ലക്ഷ്യസ്ഥാനത്ത് കൊണ്ടു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ തന്നെ ചെന്നൈയിലെത്തി. തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയും പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് മന്നും ചെന്നൈയിലെത്തിയിട്ടുണ്ട്. കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ, BJD, YSR കോൺഗ്രസ്, അകാലിദൾ പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുക്കും. KPCC അധ്യക്ഷൻ K സുധാകരൻ, NK പ്രേമചന്ദ്രൻ MP, മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാം, PJ ജോസഫ്, ജോസ് കെ മാണി എന്നിവരും കേരളത്തിൽ നിന്നുണ്ടാകും.
സീറ്റിനു വേണ്ടിയല്ല, അവകാശങ്ങൾക്കായാണ് പോരാട്ടമെന്ന് MK സ്റ്റാലിൻ. மக்கள் தொகையை கட்டுப்படுத்தி சிறப்பா செயல்பட்டு நாட்டோட வளர்ச்சிக்கு பங்களிச்ச மாநிலங்களுக்கு ஒன்றிய அரசு தண்டனை கொடுக்க கூடாது. அதனாலதான் தமிழ்நாட்டில் இருக்கிற பெரும்பாலான கட்சிகளோட ஒருங்கிணைந்த சிந்தனைப்படி மற்ற மாநிலங்களை ஒருங்கிணைக்கிற இந்த கூட்டம் நடைபெற போகுது. സ്റ്റാലിന്റെ നീക്കത്തെ ബിനോയ് വിശ്വവും PMA സലാമും പ്രശംസിച്ചു. ഈ രാഷ്ട്രീയ ആപത്തിനെയാണ് നാളത്തെ യോഗം ചോദ്യം ചെയ്യുന്നത്. ഈ രാഷ്ട്രീയ നീക്കത്തെയാണ് ശ്രീ സ്റ്റാലിൻ വിളിച്ചു കൂട്ടിയ ഈ യോഗം തുറന്നു കാണിക്കാൻ പോകുന്നത്. ആ യോഗത്തിലേക്ക് ക്ഷണിക്കപ്പെട്ടപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത് സ്വീകരിച്ചത് ഈ കാരണം കൊണ്ടാണ്. മഹത്തായ ഒരു ഉദ്യമമാണ് സ്റ്റാലിൻ്റെ നേതൃത്വത്തിൽ തെക്കേ ഇന്ത്യയിലെ പ്രത്യേകിച്ചുള്ള പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കന്മാരുടെ യോഗം വിളിച്ചു ചേർത്തതും അതുമായി സഹകരിക്കാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പൂർണ്ണമായും തയ്യാറാണ് എന്ന് അറിയിച്ചിട്ടുണ്ട്. അതേസമയം മണ്ഡല പുനഃക്രമീകരണത്തിനും ത്രിഭാഷാ നയത്തിനുമെതിരായ പ്രതിഷേധം രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് RSSന്റെ പ്രതികരണം. സംസ്ഥാനത്തെ യഥാർത്ഥ പ്രശ്നങ്ങൾ മറച്ചുവെച്ച് യോഗം നടത്തുന്നതിനെതിരെ BJP കരിങ്കൊടി പ്രതിഷേധം നടത്തും. 24 ചെന്നൈ. കർണാടക നിയമസഭയെ പിടിച്ചുകുലുക്കി ഹണി ട്രാപ്പ് വിവാദം കത്തുന്നു. വിഷയത്തിൽ നിയമസഭയിൽ സീഡികൾ ഉയർത്തി പ്രതിഷേധിച്ച 18 BJP MLA-മാരെ 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തു. 48 MLA-മാർക്ക് നേരെ ഹണി ട്രാപ്പ് ശ്രമം നടന്നുവെന്ന മന്ത്രി KN രാജണ്ണയുടെ വെളിപ്പെടുത്തലിലാണ് വിവാദം കൊടുമ്പിരി കൊണ്ടത്. പ്രതിപക്ഷ ഭരണപക്ഷ വ്യത്യാസമില്ലാതെ 48 MLA-മാർക്ക് നേരെ ഹണി ട്രാപ്പ് ശ്രമം നടന്നെന്നാണ് സഹകരണ വകുപ്പ് മന്ത്രി KN രാജണ്ണ ഇന്നലെ വെളിപ്പെടുത്തിയത്. സംസ്ഥാനത്ത് ഹണി ട്രാപ്പ് സീഡികളും പെൻഡ്രൈവുകളും കൊണ്ട് നിറഞ്ഞെന്നും അദ്ദേഹം പറഞ്ഞു. എന്തുകൊണ്ട് അന്വേഷണമില്ലെന്ന ചോദ്യമുയർത്തിയാണ് BJP JDS MLA-മാർ നടുത്തളത്തിലേക്ക് ഇറങ്ങിയത്. സീഡികൾ ഉയർത്തിക്കാട്ടി മുദ്രാവാക്യം മുഴക്കി. ബജറ്റിന്മേലുള്ള മറുപടി പ്രസംഗത്തിനിടെ പരാതി കിട്ടിയാൽ അന്വേഷണം നടത്താമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞെങ്കിലും പ്രതിപക്ഷം ജുഡീഷ്യൽ അന്വേഷണം ആവശ്യത്തിൽ ഉറച്ചുനിന്നു. ബഹളത്തിനിടെ നിയമസഭ പാസാക്കുന്ന ബില്ലിനെക്കുറിച്ചും ആശയക്കുഴപ്പമുണ്ടായി. സർക്കാർ കരാറുകളിൽ മുസ്ലിം വിഭാഗത്തിന് 4% സംവരണം നൽകുന്ന ബില്ലാണ് പാസാക്കുന്നതെന്ന് തെറ്റിദ്ധരിച്ച് BJP MLA-മാർ ബിൽ സ്പീക്കർക്ക് നേരെ കീറിയെറിഞ്ഞു. സഭാ നടപടികൾ തടസ്സപ്പെടുത്തിയതിന് സ്പീക്കർ 18 MLA-മാരെ പിന്നീട് സസ്പെൻഡ് ചെയ്തു. ബലം പ്രയോഗിച്ചാണ് MLA-മാരെ സഭയ്ക്ക് പുറത്താക്കിയത്. പാസാക്കിയത് ഒരു ധനകാര്യ ബില്ലാണെന്നും സംവരണ ബിൽ അല്ലെന്നും സ്പീക്കറുടെ ഓഫീസ് അറിയിച്ചു. 24 ബംഗളൂരു. ഡൽഹി ഹൈക്കോടതി ജഡ്ജി യശ്വന്ത് വർമ്മയുടെ ഔദ്യോഗിക വസതിയിൽ നിന്നും വൻതോതിൽ കണക്കിൽപ്പെടാത്ത പണം കണ്ടെത്തി. ഔദ്യോഗിക വസതിയിൽ തീപിടുത്തത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് 15 കോടി രൂപയോളം കണ്ടെത്തിയത്. യശ്വന്ത് വർമ്മയെ സുപ്രീം കോടതി കൊളീജിയം അലഹബാദ് ഹൈക്കോടതിയിലേക്ക് സ്ഥലം മാറ്റി. ജഡ്ജിക്കെതിരെ ആഭ്യന്തര അന്വേഷണം ആരംഭിച്ചു. സ്ഥലം മാറ്റത്തിനെതിരെ അലഹബാദ് ഹൈക്കോടതി ബാർ അസോസിയേഷൻ രംഗത്തെത്തി. ഔദ്യോഗിക വസതിയിലുണ്ടായ തീപിടുത്തത്തെ തുടർന്ന് യാദൃശ്ചികമായി നടത്തിയ പരിശോധനയിലാണ് ഒരു മുറിയിൽ 15 കോടി രൂപയുടെ നോട്ടുകെട്ടുകൾ കണ്ടെത്തിയത്. സംഭവം നടക്കുമ്പോൾ ജസ്റ്റിസ് യശ്വന്ത് വർമ്മ വസതിയിൽ ഉണ്ടായിരുന്നില്ല. കണക്കിൽപ്പെടാത്ത പണമാണെന്ന് മനസ്സിലാക്കിയ ഉദ്യോഗസ്ഥർ ഉടൻ ഉന്നത പോലീസ് മേധാവികളെ വിവരം അറിയിച്ചു. സംഭവം അറിഞ്ഞ ഉടൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന കൊളീജിയം വിളിച്ചു ചേർത്ത് ജസ്റ്റിസ് യശ്വന്ത് വർമ്മയെ അലഹബാദ് ഹൈക്കോടതിയിലേക്ക് സ്ഥലം മാറ്റാൻ തീരുമാനിച്ചു. യശ്വന്ത് വർമ്മയോട് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് വിശദീകരണം തേടി. സുപ്രീം കോടതി ജഡ്ജിയും 2 ഹൈക്കോടതി ജഡ്ജിമാരും അടങ്ങുന്ന ആഭ്യന്തര അന്വേഷണ സമിതി രൂപീകരിച്ച് തുടർ നടപടികളിലേക്ക് കടന്നു. പണം കണ്ടെത്തിയത് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരല്ലെന്ന് ഡൽഹി ഫയർ ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ അതുൽ ഗാർഗ് പ്രതികരിച്ചു. തീ നിയന്ത്രണ വിധേയമാക്കുക മാത്രമാണ് ഫയർഫോഴ്സ് ചെയ്തതെന്നും പോലീസ് നേരത്തെ തന്നെ സ്ഥലത്ത് ഉണ്ടായിരുന്നുവെന്നും ഫയർഫോഴ്സ് മേധാവി വ്യക്തമാക്കി. അതേസമയം കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് വിഷയം രാജ്യസഭയിൽ ഉന്നയിച്ചു. അലഹബാദ് ഹൈക്കോടതിയിലേക്കുള്ള സ്ഥലം മാറ്റത്തിനെതിരെ ഹൈക്കോടതി ബാർ അസോസിയേഷൻ രംഗത്ത് വന്നു. കളങ്കിതർക്കായുള്ള ചവറ്റുകൊട്ടയല്ല അലഹബാദ് ഹൈക്കോടതിയെന്ന് ബാർ അസോസിയേഷൻ പ്രതികരിച്ചു. 24 ഡൽഹി. അക്രമത്തിനും ലഹരിക്കുമെതിരെ 24ന്റെ ജനകീയ പ്രതിരോധ യാത്ര തുടരുന്നു. SKN40 5ാം ദിനം. VPS Lakeshore presents SKN40, presented by VPS Lakeshore. Co-presented by Lulu Group India, Ujala Fabric Conditioner, co-powered by MyG Future, Xylem Learning App, Indian Institute of Commerce, Lakshya, celebrating partners, Joya Lucas, Jain deemed to be University Kochi, VKC Dibon, Swayamvara Silks, NIMS, a unit of NI Educational Trust, MGM Educational Institutions, Medimix, Benny's Royal Tours Private Limited, Rich Max Finvest, G-Tech Computer Education, Milma, New Rajasthan Marbles.
ലഹരിക്കും അക്രമത്തിനുമെതിരെ 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ നയിക്കുന്ന കേരള യാത്രയുടെ പത്തനംതിട്ട ജില്ലയിലെ ആദ്യ ദിനം ബഹുജന സദസ്സോടെ സമാപിച്ചു. ഇത്രയും വലിയ ക്യാമ്പയിൻ ഏറ്റെടുത്ത് രംഗത്ത് വന്ന 24 നിർദ്ദേശിക്കുന്ന ജില്ലയിലെ ഒരു നിർധന കുടുംബത്തിന് വീടൊരുക്കി നൽകുമെന്ന് അധ്യാപിക ഡോക്ടർ MS സുനിൽകുമാർ സദസ്സിൽ പ്രഖ്യാപിച്ചു. ക്യാമ്പസ് സന്ദർശനത്തിന് ശേഷമായിരുന്നു പത്തനംതിട്ട ടൗൺ സ്ക്വയറിലെ ബഹുജന സദസ്സ്. CPIM ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം ക്യാമ്പയിന് പിന്തുണയുമായി സദസ്സിലെത്തി. ലഹരിക്കെതിരെ SKN ഇറങ്ങിയാൽ കേരളത്തെ ശുദ്ധീകരിക്കാൻ കഴിയും എന്ന് പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. 40 വർഷം SKNന്റെ തുടക്കം മുതൽ ഞാനും ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു നമ്മൾ തമ്മിലൂടെ ഞങ്ങൾ ധാരാളം ഏറ്റുമുട്ടലൊന്നും നടത്തിയിട്ടില്ല, വളരെ നല്ല ബന്ധത്തിലൂടെയാണ്. തീർച്ചയായിട്ടും കേരളത്തെ കീഴടക്കാനുള്ള വലിയൊരു മനസ്സ് SKN-ഉണ്ട്, 24-ഉണ്ട്, 24-ലെ എല്ലാ പ്രവർത്തകർക്കും ഉണ്ട്. സാമൂഹ്യ പ്രവർത്തകയും അധ്യാപികയുമായ ഡോക്ടർ MS സുനിൽ ടീച്ചർ SKN40ക്ക് ഐക്യദാർഢ്യമായി ജില്ലയിലെ ഒരു നിർധന കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകാമെന്ന് പ്രഖ്യാപിച്ചു. നിങ്ങൾ പറയുന്ന ഏറ്റവും ജെനുവിനായിട്ടുള്ള സ്ത്രീകളും കുട്ടികളുമുള്ള നിരാശ്രയരായിട്ടുള്ള, അതായത് അടച്ചുറപ്പില്ലാത്ത കുടിലുകളിൽ കിടക്കുന്ന അത്തരം ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾക്കൊരു വീട്, അത് ഒരാൾ തരുന്നതനുസരിച്ചല്ലേ പറ്റത്തുള്ളൂ. എക്സൈസ്, പോലീസ് ഉന്നത ഉദ്യോഗസ്ഥർ, വിവിധ സംഘടനകളുടെ ഭാരവാഹികൾ, വിദ്യാർത്ഥികൾ തുടങ്ങി നിരവധി പേർ ബഹുജന സദസ്സിൽ പങ്കാളികളായി. SKN40ക്ക് പിന്തുണയുമായി കോന്നി MLA KU ജനീഷ് കുമാർ ഉൾപ്പെടെയുള്ളവർ എത്തിയിരുന്നു. വിവിധ മേഖലകളിൽ യാത്രയുടെ സന്ദേശമെത്തിച്ച നാളെയും പത്തനംതിട്ടയിൽ പര്യടനം തുടരും. 24 പത്തനംതിട്ട. ഉപഭോക്താക്കളുടെ അഭിരുചികൾക്കനുസരിച്ച് പുതിയ രുചിയിലും രൂപത്തിലും മിൽമ ഐസ്ക്രീം റീലോഞ്ച് നടന്നു. റീപൊസിഷനിംഗ് മിൽമ 2023 പദ്ധതിയുടെ ഭാഗമായാണ് റീലോഞ്ചിംഗ്. വാനില, സ്ട്രോബെറി, ചോക്ലേറ്റ് ഫ്ലേവറുകൾക്ക് പുറമെ ഷുഗർ ഫ്രീ ഐസ്ക്രീമുകളും പുറത്തിറക്കി. കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ മിൽമ ഫെഡറേഷൻ ചെയർമാൻ KS മണി റീലോഞ്ച് നിർവഹിച്ചു. വൻകിട ബ്രാൻഡുകളോട് കിടപിടിക്കുന്ന രീതിയിലാണ് പുതിയ ഐസ്ക്രീം വികസിപ്പിച്ചിരിക്കുന്നതെന്ന് മിൽമ ഫെഡറേഷൻ ചെയർമാൻ KS മണി പറഞ്ഞു. മിൽമയുടെ 45 കൊല്ലത്തെ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ പടിപടിയായി കേരളത്തിലെ ക്ഷീരകർഷകരുടെ പ്രസ്ഥാനം വളരെ വലിയ തോതിൽ വളർന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കൊക്കെ കാണാവുന്നതാണ്. മിൽമ എന്നുള്ള ബ്രാൻഡ് കേരള ജനതയുടെ മനസ്സിൽ ആഴ്ന്നിറങ്ങിയ ഒരു ബ്രാൻഡാണ്. അതിനനുസരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ ഞങ്ങൾ ബാധ്യതപ്പെട്ടവരാണ്. പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.